കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന ഗ്രാമത്തിൽ ബാവലിപ്പുഴയുടെ ഇരുകരകളിലുമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര സങ്കേതം തെക്ക് ഇക്കരെ കൊട്ടിയൂർ, വടക്ക് അക്കരെ കൊട്ടിയൂർ എന്നുമാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ കാശി, തൃച്ചെറുമന്ന എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിത്. വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴയുടെ ഇരുകരകളിലുമായി മുഖത്തോട് മുഖം നോക്കിയാണ് ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നത്. പുഴയുടെ തെക്കുഭാഗത്തുള്ള ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം ശിവക്ഷേത്രമുണ്ട്. വടക്കുഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂരിൽ വൈശാഖോത്സവം നടക്കുന്ന ഉത്സവകാലത്തേക്ക് മാത്രം ക്ഷേത്രം കെട്ടിയുണ്ടാക്കും. ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടാവില്ല. തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ജലാശയത്തിനു നടുവിലായുള്ള മണിത്തറയിൽ സ്വയംഭൂവായി മഹാദേവനും തൊട്ടടുത്തുള്ള അമ്മാറക്കൽ തറയിൽ ശക്തി ചൈതന്യമായി പാർവതീദേവിയും കുടികൊള്ളുന്നു. പുഴയിൽ നിന്നും എടുക്കുന്ന വെള്ളാരം കല്ലുകൾ കൊണ്ടാണ് ശിവലിംഗത്തിന് പീഠം നിർമ്മിക്കുന്നത്. ദക്ഷയാഗം നടന്ന സ്ഥലമെന്നതിനാലാവാം ഈ ക്ഷേത്രത്തിന് ദക്ഷിണ കാശി എന്ന പേർ കൂടി വന്നത്. ഒരു യാഗശാലയുടെ അതേ രൂപത്തിലും ഭാവത്തിലുമുള്ള ചടങ്ങുകളാണ് അക്കരെ കൊട്ടിയൂരിൽ നമുക്ക് കാണാൻ കഴിയുക. ഇവിടത്തെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പരശുരാമനാണെന്നും ശങ്കരാചാര്യരാണെന്നും രണ്ടു പക്ഷമുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബ്രാഹ്മണരെ കൂടാതെ എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യവും പ്രാധാന്യവും കൽപ്പിക്കുന്ന ഒരു മഹാസങ്കേതമാണ് കൊട്ടിയൂർ സന്നിധി. നമ്പൂതിരി മുതൽ വനവാസി വരെയുള്ള വിഭാഗങ്ങൾക്ക് ഇവിടുത്തെ ചടങ്ങുകളിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നള്ളത്തിന് മുമ്പും മകം നാളിലെ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്കും ഇവിടേക്ക് പ്രവേശനമില്ല. ഇടവത്തിലെ ചോതി നാളിൽ തുടങ്ങി മിഥുനത്തിലെ ചിത്തിരയിൽ അവസാനിക്കുന്ന 27 ദിവസങ്ങളിലും പ്രത്യേക തരത്തിലുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത്. ആദ്യത്തെ 7 ദിവസം ദേവോത്സവമായും പിന്നീട് മനുഷ്യോത്സവമായും അവസാന 3 ദിനങ്ങൾ ഭൂതോത്സവമായുമാണ് നടന്നു വരുന്നത്. ഈ ദിവസങ്ങളിലായി പ്രാക്കുഴം, നീരെഴുന്നള്ളത്ത്, നെയ്യാട്ടം, ഭണ്ഡാരം എഴുന്നള്ളത്ത്, ഇളനീർ വെയ്പ്പ്, ഇളനീരാട്ടം, ആലിംഗന പുഷ്പാഞ്ജലി, തൃക്കൂർ അരിയിളവ്, കലം വരവ്, കലം പൂജ, തൃക്കലശാട്ട്, ആനപ്പുറത്തുള്ള ശീവേലി എഴുന്നള്ളത്ത് എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ ചടങ്ങുകളും പാണികുട്ട്, പാഠകം, കൂത്ത് മുതലായ ക്ഷേത്ര കലാരൂപങ്ങളും നടക്കും. ചോതി നാളിൽ ആരംഭിക്കുന്ന നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. അന്ന് തന്നെ കുറ്റിയാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവും നടക്കും. പിറ്റേന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നുള്ള വാളെഴുന്നള്ളത്ത് ഇക്കരെ കൊട്ടിയൂരിലെത്തും. പാരമ്പര്യമായി ഉപദേശരൂപേണ പകർന്നു കിട്ടിയ പൂജാവിധികളാണ് ഇവിടെ ഇന്നും തുടർന്നു പോരുന്നത്. അതിരാവിലെ തുടങ്ങുന്ന പൂജകൾ ചില ദിവസങ്ങളിൽ അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും. ദക്ഷയാഗം നടന്ന സ്ഥലം എന്നറിയപ്പെടുന്നതിനാൽ മഹാദേവനും സതീദേവിക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ ക്ഷേത്രത്തിൽ എത്തുന്നവരൊക്കെയും ഹരിഗോവിന്ദ എന്ന നാമം ഉരുവിട്ടാണ് ദർശനത്തിനെത്തുന്നത്. തൃക്കലശാട്ടത്തോടെയാണ് വൈശാഖോത്സവ ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുക. ആദ്യം മുതിരേരിക്കാവിൽ നിന്ന് കൊണ്ടുവന്ന വാളിന്റെ തിരിച്ചെഴുന്നള്ളത്തും പിന്നീട് ദേവീദേവന്മാരുടെ ശിവേലി ബിംബങ്ങളും സ്വർണം, വെള്ളി പാത്രങ്ങളും ഭണ്ഡാരങ്ങളും തിരിച്ചെഴുന്നള്ളിക്കും. തുടർന്ന് തന്ത്രി കോഴിക്കോട്ടിലെ നമ്പൂതിരിപ്പാട് പ്രത്യേക സ്ഥലങ്ങളിൽ ബലിയർപ്പിച്ച ശേഷം പെരുമാളോട് യാത്ര ചൊല്ലി ഇക്കരെ കൊട്ടിയൂരിലെത്തും. അവിടെ ബലിതർപ്പണത്തിന് ശേഷം പാമ്പറപ്പാൻ തോട്ടിൽ അവസാന ക്രിയകളും പൂർത്തിയാക്കി തോട് മറികടക്കുന്നതോടെ 27 ദിവസം നീളുന്ന കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് സമാപനമാവും. അക്കരെ കൊട്ടിയൂരിൽ 1000 കുടം അഭിഷേകം, തുമ്പമാല, കൂത്ത്, കൂവളമാല, തുളസിമാല, തിരുവപ്പം, ആടിയ നെയ്യ്, കളഭം, ഇളനീരഭിഷേകം, വലിയ വട്ടളം പായസം തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ. ആൾരൂപം സമർപ്പിച്ചാൽ സർവ്വരോഗങ്ങളും മാറും എന്നാണ് വിശ്വാസം. ഇവിടെ നിന്നും പ്രസാദമായി ലഭിക്കുന്ന അഷ്ടബന്ധം നെറ്റിയിൽ തൊട്ടാൽ രോഗങ്ങൾ മാറുമെന്നും ഭക്തന്മാർ കരുതുന്നു. ശത്രുനാശം, സർവൈശ്വര്യം, അകാല മരണമോചനം, സന്താനലബ്ധി, ദീർഘായുസ്, രാജകീയ പദവികൾ എന്നിവ കൊട്ടിയൂരിൽ വഴിപാടുകൾ നടത്തിയാൽ ഉണ്ടാകുമത്രേ. ദക്ഷന്റെ താടി എന്ന സങ്കല്പത്തിൽ ഇവിടെ നിന്നും ആളുകൾ ഓടപ്പൂവ് വാങ്ങി വീട്ടിലും വാഹനത്തിലും തൂക്കുന്നു. ഈറ്റയുടെ തണ്ട് ചതച്ചാണ് ഓടപ്പൂവ് ഉണ്ടാക്കുന്നത്. തലശ്ശേരി വഴിയും മാനന്തവാടി വഴിയും കൊട്ടിയൂരെത്താം. ട്രെയിൻ മാർഗം വരുന്നവർ തലശ്ശേരിയിലിറങ്ങി ടൗണിൽ നിന്നും കൂത്തുപറമ്പ്, പേരാവൂർ വഴി റോഡ് മാർഗം ഏകദേശം 45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രസന്നിധിയിലെത്താം. വയനാട്ടിൽ നിന്നും വരുന്നവർ മാനന്തവാടി, തലപ്പുഴ, ബോയ്സ് ടൗൺ, അമ്പായത്തോട് വഴി 25 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്.